ഹലോ ഗെയ്സ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ RNTX പുതിയൊരു കണ്ടന്റ് ക്രിയേറ്റർ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹസ്തറാണ് RNTXന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ജോയിൻ ചെയ്ത് ഇന്നലെ നമുക്ക് അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചു. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ TMG ഗെയിമിംഗ് കണ്ടക്ട് ചെയ്ത കരീബിയൻ ക്ലാഷ് 6 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMA ടൂർണമെന്റ് ക്വാർട്ടർ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്ന 3 ഗ്രൂപ്പുകളുടെ മത്സരങ്ങളായിരുന്നു നമുക്ക് ക്വാർട്ടർ ഫൈനൽസിൽ കാണാനായിട്ട് സാധിച്ചു. നമുക്ക് ഗ്രൂപ്പ് വൈസ് ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 ഗോൾ ലൈക്കിന്റെ ഒരു ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു ചിക്കണിനോടുകൂടി 68 പോയിന്റായിട്ട് ഗോളിലേക്ക് ആ ഒരു പോയിന്റ് ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഇവന്റുകളിലും ഗോളിലേക്ക് ആ ഒരു കൺസിസ്റ്റന്റ് ഡോമിനേറ്റിംഗ് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അവർ BGSന്റെ ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് പ്രോപ്പറായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. എല്ലാ ഇവന്റും പക്ക സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ ഗോളിലേക്ക് കളിക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് നമ്മളെ മല്ലു ഓർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട് 56 പോയിന്റായിട്ട്. തേർഡ് ഗുജറാത്ത് ടൈഗേഴ്സ് നിൽക്കുന്നുണ്ട് 47 പോയിന്റായിട്ട്. ഗ്രൂപ്പ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ FSC സ്പോർട്സ് 49 പോയിന്റായിട്ട് ടോപ്പിൽ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ട്രൂ റിപ്പേഴ്സ് നിൽക്കുന്നത് 48 പോയിന്റായിട്ട്. തേർഡ് നമ്മളെ ലിഖിത സ്പോർട്സ് നിൽക്കുന്നുണ്ട് 47 പോയിന്റായിട്ട്. 4ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 45 പോയിന്റായിട്ട്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 8 ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒറാങ്കുട്ടാന് VXT നോണെക്സിന് ഒന്നും സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. അവർ ആ ഒരു ടോപ്പ് 8ലേക്ക് എത്തിയിട്ടില്ല. അവരൊക്കെ ഇതിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ആൻഡ് ഗ്രൂപ്പ് 3ലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോഡ് സ്ട്രെയിൻ്റെ ആ ഒരു ഡോമിനേഷനാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. 58 പോയിന്റായിട്ട് ഗോഡ് സ്ട്രെയിൻ ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ 3 ഗ്രൂപ്പുകളുടെയും മത്സരങ്ങൾ അവസാനിച്ചു. ഓരോ ഗ്രൂപ്പിൽ നിന്നും 8 ടീമുകൾ, അങ്ങനെ ടോട്ടൽ 24 ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് വരാനിരിക്കുന്നത്. അല്ലെങ്കിൽ സെമി ഫൈനൽസ് ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. TMG ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SA12 സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് കുറച്ച് ഗെയിമുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ഗെയിമാണ് എപ്പെക്സ് ലെജൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റോസ്റ്റേഴ്സിനെ ഇന്നലെ നമ്മൾ SA12 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 3 ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെയാണ് എപ്പെക്സ് ലെജൻഡിന് SA12 വേണ്ടിയിട്ട് സ്പോർട്സ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം എപ്പെക്സ് ലെജൻഡ് എന്ന് പറഞ്ഞ ഗെയിമൊന്നും ഇന്ത്യയിൽ അങ്ങനെ കോമ്പറ്റേറ്റീവ് ലെവലിൽ തീരെ ഇല്ല, പ്ലേയേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്ലേയേഴ്സിനെ SA12 കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു പ്ലേയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ വേൾഡ് ലെവലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അച്ചീവ്മെൻ്റ് ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ്. അപ്പോൾ സ്പോർട്സ് വേൾഡ് കപ്പിൽ എപ്പെക്സ് ലെജൻസിൽ നമ്മൾ SA12 പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എല്ലാവരും ഉറ്റുനോക്കുന്നൊരു ഇവൻ്റാണ് സ്പോർട്സ് വേൾഡ് കപ്പ്. ഇത്തവണ സെക്കൻഡ് സ്പോർട്സ് വേൾഡ് കപ്പാണ് റിയാദിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്പോർട്സ് വേൾഡ് കപ്പ് 60,500,000,000 രൂപയായിരുന്നു പ്രൈസ് പൂൾ എങ്കിൽ ഇത്തവണ അതിൽ കൂടുതലാണ് പ്രൈസ് പൂൾ വന്നിട്ടുള്ളത്. ഇത്തവണ 600 കോടി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പൂള് വന്നിട്ടുള്ള. $70 മില്യൺ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു സ്പോർട്സ് ടൂർണമെൻറ്റിനാണ് ഇത്രയും വലിയ പ്രൈസ് പൂള് വന്നിട്ടുള്ളത്. എന്തായാലും വലിയൊരു ലെവലിലേക്ക് തന്നെയാണ് സ്പോർട്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ നമുക്ക് ഇന്ത്യൻ ടീമുകളെയും സ്പോർട്സ് വേൾഡ് കപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പക്ഷേ BGMAയിൽ ഇന്ത്യക്ക് സ്ലോട്ട് ഉണ്ടാവുമെന്ന് എന്തായാലും അറിയില്ല. PUBG മൊബൈലിൽ ആ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് സ്ലോട്ട് കിട്ടാൻ ചാൻസ് തീരെ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ BGMAയിലെ ലൈനപ്പ് ചേഞ്ചുകൾ തന്നെയാണ്. നമ്മൾ 8 ബിറ്റിൽ ഉണ്ടായിരുന്ന ഒമേഗ ഇതാ 8 ബിറ്റ് ലെഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു ടീം നോക്കുന്നുണ്ട്, ലുക്കിംഗ് ഫോർ എ ടീം എന്ന് പറഞ്ഞിട്ട് ഒമേഗയുടെ സ്റ്റോറി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ മെഡലി സ്പോർട്സ് തന്നെയാണ്. നമുക്കറിയാം പ്രിൻസിനെ അവർ ഈ ഒരു ഇഷ്യൂ കാരണം പ്രിൻസിനെ ഫുള്ളി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രിൻസിന് പകരം ഇനി അവരുടെ കോച്ചായിട്ടുള്ള അമിത് ആയിരിക്കും മെഡലി സ്പോർട്സിനെ IGLing ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും കോച്ചിൻ്റെ ആ ഒരു IGLing എന്ന് നമുക്ക് ലാൻ ഇവൻറ്റിൽ കണ്ടു തന്നെ അറിയാം. കാരണം ബാക്കിയുള്ള ലീഗുകളിലൊക്കെ അടിപൊളി ഡോമിനേഷനായിരുന്നു ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിൻസിൻ്റെ അഭാവത്തിൽ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ലിഖിത സ്പോർട്സ് ഒന്നും നിയോ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും നമുക്ക് ലിഖിതയുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിച്ചു. നിയോയ്ക്ക് ഒഫീഷ്യൽ ഫെയർവെലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിയോ ഏത് ടീമിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള സംശയമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. എല്ലാവരും ഒറ്റ സ്വരത്ത് പറയുന്നത് RNTXൻ്റെ മാംഗോ എന്ന് പറഞ്ഞ പ്ലെയർ നിയോ ആണ്. RNTXൽ ഇപ്പോൾ ട്രൈ ഔട്ട്സ് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം നമ്മുടെ നിഞ്ച ജോഡ്, നമ്മളുടെ ഗോഡ് സ്ട്രെയിനിലുള്ള നിഞ്ച ജോഡും ട്രൈ ഔട്ട്സ് കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റൂമേഴ്സായിട്ട് കേൾക്കുന്നുണ്ട്. നിഞ്ച ജോഡ് ആൾറെഡി എക്സ്പാർക്കിൻ്റെ ടീമിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിച്ചതായിരുന്നു. അതിനുശേഷമാണ് ഗോഡ് സ്ട്രെയിൻ അല്ലെങ്കിൽ സോളിലേക്ക് പോയത്. അവിടെ ഗോഡ് സ്ട്രെയിനിലേക്ക് വന്നു പല ടീമുകളായിട്ട് മാറി കളിക്കുന്നുണ്ട്. എസ്പവറിൻ്റെ ആ ഒരു റോള് നിഞ്ച ജോഡും ഏറ്റെടുക്കും എങ്ങനെയാണെങ്കിൽ അതെന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും എക്സ്പാർക്കിൻ്റെ പ്ലേയേഴ്സിൽ ഇപ്പോൾ ഷാഡോ മാത്രമേ പ്രോപ്പറായിട്ട് സ്വന്തം പേരിൽ കളിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ബാക്കി മാംഗോ, ആപ്പിൾ, ബനാന എന്ന പേരിലാണ് 3 പ്ലേയേഴ്സ് കളിക്കുന്നതിൽ. ഏതൊക്കെ പ്ലേയേഴ്സാണ് പോകുന്നത്, ഏതൊക്കെ പ്ലേയേഴ്സാണ് വരുന്നത് എന്നുള്ള ഡൗട്ടിലാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം സാരംഗും സ്പ്രേഗോഡും ജോക്കറും ആൾറെഡി ലൈനപ്പിലുള്ളവരാണ്. ഇതിൽ ഏത് പ്ലേയേഴ്സാണ് ലൈനപ്പ് വിട്ട് പോകുന്നത്, ആരൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ള ഡൗട്ടിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. കാരണം RNTX എന്ന് പറഞ്ഞാൽ
ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരായ ഒരു ലൈനപ്പാണ്. അതിൽ എന്ത് മാറ്റങ്ങളാണ് വരാനിരിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് നോക്കാം. BGS കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത ദിവസം വരെ ബൈ.